വിനായകൻ എന്ന പേരുള്ള ഒരു നടനെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അദ്ദേഹത്തിൻ്റെ വാമൊഴി വഴക്കം എപ്പോഴെങ്കിലുമൊക്കെ കേട്ട് കാണും എന്ന് വിചാരിക്കും. ഈ വിനായകൻ ഒരു ഗുണമുണ്ട്. പുള്ളി ആരെക്കുറിച്ചും പുള്ളിക്ക് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ തുറന്നു പറയും. കേൾക്കുന്നവർക്ക് അത് അത്ര തന്നെ സുഖകരമായി തോന്നിക്കൊള്ളണം എന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷയോ ശൈലിയോ വളരെ ഒന്നും അഭിനന്ദനപരം എന്ന് പറയാൻ പറ്റുകയില്ല. അത് കേൾക്കുന്നവരെ മുറിപ്പെടുത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതായിരിക്കും. തേച്ചാലും കുളിച്ചാലും പോകാത്ത തെറിയായിരിക്കും. പക്ഷേ വിനായകനെ അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സുഖമുണ്ടാവും. വിനായകൻ്റെ ആരാധകർക്കും അത് കേട്ട് കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ടാവും. അവരുടെ സുഖവും സന്തോഷവുമാണല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനം. നമുക്ക് മറിച്ച് വിനായകനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വേറെ വകുപ്പ് വേറെയാവും, അപ്പോൾ കേസാവും. നമുക്ക് പിന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുകയില്ല. വിനായകനുള്ളത് നമുക്കില്ലാത്തതുമായ ചില പ്രിവിലേജുകളുണ്ട്. പിന്നെ പോരാത്തതിന് പുള്ളി സിനിമാ നടനാണ്. അദ്ദേഹം ആരെക്കുറിച്ചും എന്തും പറയും. ഇപ്പോൾ എവർക്കും പ്രിയങ്കരനായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഇദ്ദേഹം ഫേസ്ബുക്ക് വഴിക്ക് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ആ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഭാഷാപരമായ അർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളെയും അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെയും അത് വല്ലാതെ വേദനിപ്പിച്ചു, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ. ഇതുകൊണ്ട് പുള്ളി കോൺഗ്രസ് വിരുദ്ധനോ മാർക്സിസ്റ്റ് താല്പര്യമുള്ള ആളോ എന്ന് ആരും വിചാരിക്കരുത്. അച്യുതാനന്ദൻ മരിച്ചപ്പോഴും പുള്ളി അതുപോലെയൊക്കെ തന്നെ ഉള്ള പരാമർശങ്ങൾ നടത്തി. അപ്പോൾ അച്യുതാനന്ദനെ ആരാധിക്കുന്ന CPM-കാരടക്കമുള്ള ആളുകൾക്ക് വിഷമമുണ്ടായി. പക്ഷേ അവർ സന്ദർഭത്തിൻ്റെ ഗൗരവം ഓർത്തിട്ട് പിന്നെ വിനായകൻ്റെ പ്രിവിലേജ് ഓർത്തിട്ടും പ്രതികരിച്ചില്ല. അതുപോലെ ഇവിടെ അപർണ കുറുപ്പ് എന്നു പേരുള്ള ഒരു മാധ്യമപ്രവർത്തകരുണ്ട്. അവരെക്കുറിച്ചും പുള്ളി ഏതാണ്ട് ഇതുപോലെയൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തി. പിന്നെ മലയാള സിനിമയെ ലോക നിലവാരത്തിലെത്തിച്ച വിഖ്യാതനായ അടൂർ ഗോപാലകൃഷ്ണനെക്കുറിച്ച് പുള്ളിയുടെ തനത് ശൈലിയിൽ ഇതുപോലെ ഭരണിപ്പാട്ട് ആവർത്തിച്ചു. അടൂർ ഗോപാലകൃഷ്ണനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം ദളിത് സമുദായക്കാർ പൊതുവെ അദ്ദേഹത്തെ കല്ലുവലിച്ചെറിയുന്നൊരു സമയമാണ്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ഇപ്പോൾ പാട്ട് പോലും പാടാതെ അമേരിക്കയിൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന ഈ ഗാനഗന്ധർവൻ എന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസിനെ പുള്ളി വിട്ടില്ല. യേശുവിനെക്കുറിച്ചും പുള്ളി ഏതാണ്ട് ഇതേ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. യേശുദാസ് പിന്നെ ഇതിനൊന്നും മറുപടി പറയാത്ത ആളായതുകൊണ്ട് പുള്ളി അതങ്ങ് അവഗണിച്ചു. പുള്ളി അറിഞ്ഞു എന്ന് തന്നെ സംശയമുണ്ട്. യേശുദാസ് ഒന്നും ഗൗനിക്കുന്ന ആളല്ല. ഇതിനൊക്കെ ഗൗനിക്കാൻ തുടങ്ങിയാൽ പുള്ളിക്ക് പിന്നെ വേറെ ഒന്നിനും സമയം കിട്ടില്ല. പാട്ട് പാടാനോ ഹമ്മിങ്ങിന് പോലും സമയം കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് യേശു അത് മാനിച്ചില്ല. പക്ഷേ യേശുദാസിനെ പറ്റി പറഞ്ഞത് നമ്മുടെ ഗായകൻ വേണുഗോപാലിന് അത്ര സുഖമായിട്ട് തോന്നിയില്ല. വേണുഗോപാൽ അതിനെക്കുറിച്ച് അപ്രസ്തുത പ്രശംസ എന്ന് പറയാവുന്ന രീതിയിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. തുറന്നു പറയാനായിട്ട് വേണുഗോപാലിന് ധൈര്യം വന്നില്ല. കാരണം ധൈര്യം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്. പിന്നെ വേണുഗോപാലിന് ഈ വിനായകനുള്ള പ്രിവിലേജ് ഇല്ല. അതുകൊണ്ട് പുള്ളി മൂടിപ്പൊതിഞ്ഞ് അല്ലെങ്കിൽ പങ്കം തരേണ അർത്ഥാന്തരന്യാസമാകും അന്യം കൊണ്ട് സമർത്ഥനം എന്ന് പറഞ്ഞ അതേ രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തി. അപ്പോൾ പിന്നെ ഈ യേശുദാസിനോടും വേണുഗോപാലിനോടൊക്കെ എതിർപ്പുള്ള വേറെ ചില ആളുകൾ ചാടി. പിന്നെ രാജീവ് ആലിങ്കൽ എന്ന് പറഞ്ഞ ഒരു ഗാനരചയിതാവ് പുള്ളിയാൽ കഴിയുന്ന രീതിയിൽ വിനായകനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വിജയിച്ചില്ല. വിനായകൻ്റെ ഫാൻസ് എല്ലാം കൂടി ചേർന്ന് ഈ ആലിങ്കലിനെ ഓടിച്ച് ആലുമ കയറ്റി. അതാണ് അവസ്ഥ. ഇതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഗാനഗന്ധർവൻ യേശുദാസിനെ കുറിച്ചോ അല്ലെങ്കിൽ അപർണ കുറുപ്പിനെ കുറിച്ചോ അച്യുതാനന്ദനെ കുറിച്ചോ ഉമ്മൻചാണ്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി വേണ്ടി വന്നാൽ പിണറായി വിജയനെ കുറിച്ചോ എന്തും പറയാൻ മടിയില്ലാത്ത ആളാണ് വിനായകൻ എന്നിരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിനായകൻ എന്തുകൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തില്ല, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ കുറിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരെങ്കിലും കുറിച്ച് ഇത് എന്തുകൊണ്ട് ഇദ്ദേഹം പറയുന്നില്ല എന്നാലോചിച്ചാൽ അവിടെയാണ് ഈ വിനായകൻ്റെ ശരിക്കുള്ള വിനയം മനസ്സിലാവും. അപ്പോഴാണ് വിനായകൻ വിനയാന്വിതനാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം മമ്മൂട്ടിയെക്കുറിച്ചോ മോഹൻലാലിനെ കുറിച്ചോ ആ ശ്രേണിയിൽപ്പെട്ട ആരെങ്കിലും കുറിച്ചോ ഈവൻ സുരേഷ് ഗോപിയെക്കുറിച്ചോ ഇതുപോലെ ഒരു പോസ്റ്റ് ഇട്ടാൽ പിന്നെ വിനായകൻ ദേഹാധ്വാനങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും. പിന്നെ പുള്ളിക്ക് സിനിമയിൽ ഒരു റോളും കിട്ടുകയില്ല. പുള്ളി ആ വഴിക്ക് പോകേണ്ടി വരും.